ഹലോ ഗേസ്, അപ്പൊ നമ്മളിപ്പം 3 ഇന്റേൺഷിപ്പിന് പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് പരിപാടികളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറെ നാളുകൊണ്ടൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഹോസ്റ്റലിൽ നിൽക്കാനോ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് 3 ഇന്റേൺഷിപ്പ് വന്നത്. അപ്പൊ ഈ 3 ആഴ്ച നമ്മൾ ഹോസ്റ്റലിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മുടെ സ്കിൻ കെയറും മേക്കപ്പും മരുന്നും മന്ത്രവും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെയുള്ള പെട്ടിയും പ്രമാണവും എല്ലാം പറക്കിയെടുത്ത് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഹോസ്റ്റൽ പോലെയൊന്നും അല്ല കേട്ടോ, ഒരു ഹോം സ്റ്റേ പോലെയാണ്. ഇതിലേക്കൂടെ കയറുമ്പോഴാണ് നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ എത്തിയപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് സ്നാക്സോ അച്ചാറോ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട് നിന്നു. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഏകദേശം ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റേൺഷിപ്പിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അവിടെയൊക്കെ ഏതൊക്കെയോ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അറിയാൻ പാടില്ലാത്തടത്ത് പോയിട്ട് പണി വാങ്ങിക്കേണ്ട. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നതിന് ശേഷം ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഞാൻ എന്നെ തന്നെ വീഡിയോ കണ്ട് ഞാൻ തന്നെ സന്തോഷിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ചു നേരം വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി.